ഹലോ നമസ്കാരം. അപ്പം നമ്മൾ കുറേ ബുക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആക്ടിവിറ്റീസാണ് ഈ ബുക്സിലുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് KGയിൽ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഒരു എക്സാമിന് കൊടുക്കുന്ന ആ ക്വസ്റ്റ്യൻസിൻ്റെ സെയിം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുത്തുകളിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം കളർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് വെജിറ്റബിൾസ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യണം. പിന്നെ ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് നേരം അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെക്കേഷൻ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഉണ്ണിക്ക് ഈ സംഭവങ്ങളൊക്കെ. ഈ ബുക്കെല്ലാം തീർത്ത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പിലുള്ള എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നുള്ളത് എണ്ണം എഴുതാൻ. പിന്നെ അടുത്ത ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ആൻഡ് ഷെയ്പ്സ് ആണ്. അപ്പോൾ ഷെയ്പ്സിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതിലിങ്ങനെ അവർ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോറി പോലെ. ആ പിക്ചറിനകത്ത് നമ്മൾ ഇപ്പറേന്ന് സ്റ്റിക്കർ പറിച്ചെടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കണം. കറക്റ്റായിട്ടുള്ള പിക്ചേഴ്സ് നോക്കി ആ ഒരു പിക്ചറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഷെയ്പ്സ് വെച്ചിട്ട്. ഇത് ഷെയ്പ്സിൻ്റെ ബുക്കാണ്. വേറൊരു ബുക്കുണ്ട് ഷെയ്പ്സ് അല്ലാത്തത്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. രണ്ടും ഉണ്ണിയിരുന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ എണ്ണമൊക്കെ അവനെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഈ അംബർലാക്കൊക്കെ എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സുണ്ട് സ്റ്റിക്കറായിട്ട്. അപ്പോൾ അതെടുത്ത് ഇവിടെ ഒട്ടിക്കണം. അത് കഴിയുമ്പോഴേക്കും ഇതൊരു കളർഫുൾ പിക്ചറാവും. അപ്പോൾ ആൾ നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പോൾ അവൻ്റെ ബുക്സ് എല്ലാം അവനെടുത്ത് നിരത്തി വെച്ചിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ. എന്നിട്ടാണ് അവസാനം ആക്ടിവിറ്റിയിലോട്ട് കടന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടാണ്, ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അവരെ കൊണ്ട് തന്നെ വായിപ്പിച്ചെടുക്കുകയും ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ അവർക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ബുക്കിനകത്ത് തന്നെ. നമുക്കിതിൻ്റെ പ്രൈസ് വർത്താകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള പേജസൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിരുന്നു ഇത്. ക്യാൻഡിൽസും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവൻ ഭയങ്കര സൂക്ഷ്മമായിട്ട് പറിച്ചെടുക്കുന്നു. കുറച്ച് സമയം വേണമല്ലോ അതിന്. പറിച്ചെടുക്കുന്നു. എന്നിട്ട് അടുത്ത എവിടെയാണോ അത് ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അവർ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു പേജ് കളർഫുൾ ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പിക്ചർ കളർഫുൾ ആകുന്നത്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. രണ്ടെണ്ണം അതെ. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള പോലെ, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോലെ. അങ്ങനെയാണ് രണ്ട്. ഇതാണ് ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ കുറേ ക്യാൻഡിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മെറി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ടുള്ള. അപ്പോൾ അതിലിങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും അതങ്ങ് ഒരു കളർഫുൾ പിക്ചറായി മാറും കേട്ടോ. അതായത് കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ കറക്റ്റ് ആ സ്ലോട്ടിൽ തന്നെ ഒട്ടിക്കണം. അപ്പോൾ അവർക്ക് നല്ല കോൺസെൻട്രേഷനും കിട്ടും. അതുപോലെ തന്നെ ഹാൻഡ് കോർഡിനേഷനൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം നല്ലതാണ്. അപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെ നല്ലപോലെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കളർ ചെയ്യലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ കളർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല ഇഷ്ടമായി. കാരണം ഇങ്ങനത്തേത് സ്റ്റിക്കർ കാര്യം അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ബുക്കിൽ നമുക്കറിയാമല്ലോ, UKGയിലുണ്ട് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. പക്ഷേ അത് അവൻ ആ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്നതല്ലാതെ പിന്നെ അവർക്ക് വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാവുന്നതാണ് പ്രോഡക്റ്റ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രോഡക്റ്റിൻ്റെ.